എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശബ്ദരേഖ. കഥകൾ വായിക്കാനും കേൾക്കാനും ഒരുപാട് ഇഷ്ടപ്പെടുന്നവരാണല്ലേ നമ്മളെല്ലാവരും. ഇന്ത്യയിൽ വളരെയധികം കേട്ടു പരിചയിച്ചതും പലരുടെയും ഹൃദയത്തിൽ പതിഞ്ഞതുമായൊരു പേരാണ് അമീഷ് ത്രിപാഠി. ഭാരതീയ പുരാണങ്ങളെ ആസ്പദമാക്കി ചരിത്രവും ഫാൻറ്റസിയും സമന്വയിപ്പിച്ച് കഥ പറയുന്നതിൽ പ്രഗത്ഭനായ എഴുത്തുകാരനാണ് അമീഷ് ത്രിപാഠി. 1974 ഒക്ടോബർ 18 അദ്ദേഹം ജനിച്ചത്. വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ അദ്ദേഹം 14 വർഷങ്ങളോളം ബാങ്കിംഗ് മേഖലയിൽ പ്രവർത്തിച്ചു. പുരാണ കഥാപാത്രങ്ങളെ വെറുമൊരു ദൈവങ്ങളായല്ല, മറിച്ച് തങ്ങളുടെ കർമ്മങ്ങളിലൂടെ ദൈവമായി മാറിയ സാധാരണ മനുഷ്യരായിട്ടാണ് അമീഷ് അവതരിപ്പിക്കുന്നത്. ശിവ ട്രൈലജി കൂടാതെ രാമചന്ദ്ര സീരീസ്, ലെജൻഡ്സ് ഓഫ് സുഹേൽദേവ് എന്നിവയും അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായ പുസ്തകങ്ങളാണ്. ദ ഇമ്മോർട്ടൽസ് ഓഫ് മെലൂഹ അഥവാ മെലൂഹയിലെ ചിരഞ്ജീവികൾ. അമീഷ് ത്രിപാഠിയുടെ കന്നി നോവലായ ഇത് ശിവത്രയത്തിൻ്റെ ആദ്യ ഭാഗമാണ്. ഈ പുസ്തകം മലയാളത്തിലേക്ക് മെലൂഹയിലെ ചിരഞ്ജീവികൾ എന്ന പേരിൽ ശ്രീ രാജൻ തുവാര വിവർത്തനം ചെയ്തിട്ടുണ്ട്. ബുക്കിനെക്കുറിച്ച് പറയുന്നതിന് മുൻപായി നമുക്കല്പം ശിവപുരാണം കേട്ടാലോ. ശിവൻ, മഹാദേവൻ, ദേവാദിദേവൻ, ദുഷ്ടനിഗ്രഹകൻ, പ്രണയോപാസകൻ, ഉഗ്രയോദ്ധാവ്, സമ്പൂർണ്ണ നർത്തകൻ, വ്യക്തിപ്രഭാവമുള്ള നേതാവ്, സർവശക്തൻ, ഒരു തരത്തിലും മലിനീകരിക്കപ്പെടാനാവാത്തവൻ. നൂറ്റാണ്ടുകളായി നമ്മുടെ രാജ്യത്തേക്ക് വന്ന ഒരു വിദേശിയും വെട്ടുപിടിക്കാൻ വന്നവനോ വ്യാപാരിയോ പണ്ഡിതനോ ഭരണാധികാരിയോ സഞ്ചാരിയോ ആരുമായിക്കൊള്ളട്ടെ, ഇത്രയും മഹാനായൊരാൾ യഥാർത്ഥത്തിൽ ജീവിച്ചിരിപ്പുണ്ടാകുമെന്ന് അവർ വിശ്വസിച്ചിട്ടുണ്ടാവില്ല. അതൊരു ഐതിഹ്യമായിരിക്കുമെന്നും മനുഷ്യഭാവനയിൽ മാത്രമായിരിക്കും അതിൻ്റെ സ്ഥാനമെന്നും അവർ അനുമാനിച്ചു. നിർഭാഗ്യവശാൽ ആ വിശ്വാസം നാം സ്വീകരിച്ചു. അത് നമ്മുടെ ജ്ഞാനമായി തീർന്നു. പക്ഷേ നമുക്ക് തെറ്റുപറ്റിയതാണെങ്കിലോ? ശിവഭഗവാൻ ഭാവനാകൽപിതമല്ലെങ്കിലോ? പകരം രക്തവും മാംസവുമുള്ള മനുഷ്യനായിരുന്നുവെങ്കിലോ? എന്നെയും നിങ്ങളെയും പോലെ കർമ്മം മൂലം ഈശ്വരരൂപം കൈവരിച്ച ഒരു മനുഷ്യൻ. അതാണ് ഈ ശിവപുരാണത്തിൻ്റെ അനുമാന കൽപ്പന. കാൽപ്പനികതയും ചരിത്ര യാഥാർത്ഥ്യങ്ങളും ചേർത്ത് പൗരാണിക ഇന്ത്യയുടെ സമ്പന്നമായ പൈതൃകത്തിൻ്റെ വ്യാഖ്യാനമാണ് ഈ ശിവപുരാണം. അതുകൊണ്ട് ഈ കൃതി ഭഗവാൻ ശിവന്റെ സവിധത്തിലുള്ള ഒരു സമർപ്പണവും അദ്ദേഹത്തിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന ഒരു പാഠവുമാണ്. കാലത്തിൻ്റെയും അജ്ഞതയുടെയും ആഴങ്ങളിൽ നഷ്ടപ്പെട്ട ഒരു പാഠം. നമുക്കേവർക്കും നല്ലവരാകാൻ കഴിയുമെന്ന പാഠം. എല്ലാ മനുഷ്യജീവിയിലും ഒരു ദൈവം കുടിയിരിക്കുന്നുണ്ടെന്ന പാഠം. നമുക്കേവർക്കും ചെയ്യാനുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് ശ്രദ്ധ തിരിക്കുക എന്നതാണ്. അസാധാരണനായ ഒരു വീരനായകന്റെ സഞ്ചാരത്തിന്റെ നാൾവഴികൾ രേഖപ്പെടുത്തുന്ന ശിവപുരാണത്രയത്തിലെ ഒന്നാമത്തെ പുസ്തകമാണ് മെലൂഹയിലെ ചിരഞ്ജീവികൾ. ഇതിനു പിന്നാലെ 2 പുസ്തകങ്ങൾ കൂടി വരുന്നുണ്ട്. നാഗന്മാരുടെ രഹസ്യം, വായുപുത്രന്മാരുടെ പ്രതിജ്ഞ. അടുത്ത എപ്പിസോഡിൽ മെലൂഹയിലെ ചിരഞ്ജീവികൾ എന്ന കൃതിയുടെ ഉള്ളടക്കത്തിൻ്റെ 1-ാം ഭാഗം നിങ്ങൾക്കായി ശബ്ദരേഖയിൽ പ്രസിദ്ധീകരിക്കുന്നതാണ്. മറക്കാതെ കേൾക്കാൻ എല്ലാവരും ശ്രമിക്കുമല്ലോ അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായും അറിയിക്കാൻ മടിക്കരുത്. നന്ദി, നമസ്കാരം.